കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടു ശങ്കർ തന്റെ മകൾ നിരോഷയെ പൂട്ടിയിട്ട മുറിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. അവൾ നടന്നതെല്ലാം ശങ്കറിനോട് പറയുന്നു. ശങ്കർ അമ്മ വീട്ടിൽ എത്തിയാലുടൻ അവരോട് ഇതേപറ്റി ചോദിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയായിരുന്നു. കുറെ നേരമായിട്ടും അവരെ കാണാതായപ്പോൾ ശങ്കർ ഇങ്ങനെ പറയുന്നു. നമ്മൾ പറയുന്നതമ്മ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. എവിടെ പോവാനാ? എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇങ്ങനെ ദേഷ്യത്തിൽ അവരെ അന്വേഷിക്കാൻ പോകുന്നു. പുറത്തൊരു സ്ഥലത്ത് അവർ രക്തത്തിൽ കുളിച്ച് ജീവന് വേണ്ടി പൊരുതുകയായിരുന്നു. ശങ്കർ അവരെ കാണുന്നു. അമ്മേ, എന്തുപറ്റി? അമ്മേ, അമ്മേ, എന്തുപറ്റി? മോൻ എന്നോട് ക്ഷമിക്കണം. ദൈവം വലിയവനാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ചെറിയ കുട്ടിയെ ദ്രോഹിച്ചപ്പോൾ എനിക്കതിൻ്റെ ശിക്ഷ തരുകയാണ്. ഞാൻ എന്തായാലും നരകത്തിലേക്ക് പോകും. പറ്റുമെങ്കിൽ എന്നെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. അവളോട് എന്നോട് ക്ഷമിച്ചു എന്ന് ഒരു വട്ടം പറയാൻ പറയുമോ? ഇങ്ങനെ പറഞ്ഞ് അവർ അവിടെ കിടന്ന് കരയുന്നു. ശങ്കർ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ അവരെ ICUവിൽ കിടത്തി. ഈ സംഭവം കേട്ട് കുമാരി മകളായ നിരോഷയെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. നിരോഷയ്ക്കും സെലൈൻ കയറ്റി ഭക്ഷണം കൊടുക്കുന്നു. നിരോഷയ്ക്ക് വിഷമമാകുന്നു. കുറേ നേരം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നഴ്സ് അവരോട് ഇങ്ങനെ പറയുന്നു. നോക്കൂ, അവർ പിന്നെയും പിന്നെയും നിരോഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരായി നിരോഷ? അകത്തേക്ക് പോയി അവസാനമായി അവരെ ഒന്ന് കണ്ടോളൂ. മോളെ നിരോഷ, ഒന്ന് പോയി അച്ചമ്മയെ കണ്ടിട്ട് വരൂ. അവസാനമായി കണ്ടിട്ട് വരൂ. അവർ നിന്നോട് ക്ഷമ ചോദിക്കും. ശങ്കർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നിരോഷ വിഷമിച്ച് ICUവിലേക്ക് പോകുന്നു. അവർ നിരോഷയെ കണ്ടപ്പോൾ ഒരുപാട് കരയുന്നു. മോളെ നിരോഷ, എന്നോട് ക്ഷമിക്കൂ. നീ കുഞ്ഞായതുകൊണ്ട് കാലു പിടിക്കുന്നില്ല. നിന്നെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. എന്നോട് ഒരേ ഒരു വട്ടം ക്ഷമിച്ചു എന്ന് പറയൂ മോളെ. ഒരു വട്ടം പറയൂ മോളെ. ഇങ്ങനെ പറയുമ്പോൾ നിരോഷ കരഞ്ഞുകൊണ്ട് പറയുന്നു. അച്ചമ്മ എന്നെ വിട്ട് പോവുകയാണോ? ഞാൻ വിടില്ല. എനിക്ക് നിങ്ങളെ വേണം. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല. വിഷമിക്കല്ല അച്ചമ്മേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുനീർ അവൾ തുടയ്ക്കുന്നു. അവളുടെ സംസാരം കേട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അയ്യോ, ഇത്ര നല്ല കുട്ടിയെ ഞാൻ വിഷമിപ്പിച്ചല്ലോ. അയ്യോ ദൈവമേ, ദൈവമേ. ശങ്കറിന്റെ അമ്മ ഇങ്ങനെ ഉച്ചത്തിൽ ശ്വാസം വലിക്കുകയായിരുന്നു. അവൾ പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഡോക്ടർ, 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 എൻ്റെ അച്ഛമ്മയെ നോക്ക് ഡോക്ടർ. നിരോഷ ഇങ്ങനെ ഉച്ചത്തിൽ അലറുന്നു. അവൾ പറയുന്നത് കേട്ട് ഡോക്ടർ അകത്തേക്ക് പോയി ഓക്സിജൻ കൊടുക്കുന്നു. നിരോഷ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛ, അച്ഛമ്മയ്ക്ക് ഒന്നും ഉണ്ടാകരുത്. ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അമ്മയും പ്രാർത്ഥിക്കൂ. ഇങ്ങനെ നിഷ്കളങ്കമായി പറയുന്നു. അവർ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ അവസ്ഥ കുറച്ച് ഭേദമാകുന്നു. ഡോക്ടർ അവൾക്ക് ഭേദമായി എന്ന് പറയുന്നു. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് പൂർണ്ണമായി ഭേദമാകുന്നു. അവർ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ തൊട്ട് അവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. നിരോഷ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും സന്തോഷമാകുന്നു. ബന്ധുക്കൾ അവരുടെ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ ശങ്കറിന്റെ കൂട്ടുകാരി അവിടെ വരുന്നു. ശങ്കർ നിരോഷയോട് സംസാരിക്കുകയായിരുന്നു. ശങ്കർ, സുഖമില്ലേ? മകളുടെ കൂടെ കളിക്കുകയാണോ? വേറെ ആളുടെ മോളെ സ്വന്തം മോളെന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിന്റെ മോന്റെ കാര്യത്തിൽ നിനക്ക് തീരെ ശ്രദ്ധയില്ല. ലീല, നീ എന്താണ് ഇവിടെ? സ്വന്തം കാര്യം നോക്കിയാൽ മതി. ഇവിടെ വന്ന് അധികം പറയണ്ട. എനിക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. ഞങ്ങളുടെ ഇടയിൽ വരണ്ട. എന്തിനാ ശങ്കർ ഇങ്ങനെ അലറുന്നത്? എന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് പട്ടിയെപ്പോലെ ഞാൻ പിന്നാലെ നടന്നതല്ലേ? പക്ഷെ നീ അത് കേട്ടില്ല. നോക്കിക്കോ, ആദ്യം നിന്റെ ഈ മകളുടെ അന്ത്യം, പിന്നെ നിന്റെ മകന്റെ, ഏറ്റവും അവസാനം നിന്റെ ഭാര്യയുടെ.
ലീല ഒന്നും പറയാതെ വന്നല്ലോ. ഓഫീസിലെ പണി കഴിഞ്ഞോ? എന്ത് പറയാൻ, നീ ഓഫീസിലില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. ഞാനും വർക്ക് ഫ്രം ഹോം എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. ഞാനിത് ബോസിനോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടു മുന്നിലത്തെ വീട്ടിലേക്ക് ഞങ്ങൾ വാടകയ്ക്ക് വരും. ഇത് കേട്ട് കുമാരി സന്തോഷിക്കുന്നു. പക്ഷെ ശങ്കർ പരിഭ്രമിക്കുന്നു. എന്താ ഇത്? എന്റെ അച്ഛനോട് ഒരുമാതിരി സംസാരിക്കുകയായിരുന്നല്ലോ, പക്ഷെ അമ്മയോട് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അവൾ ആലോചിച്ചു. അതിനുശേഷം ലീല അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. നിങ്ങൾ എന്റെ അമ്മായിയമ്മയെ പോലെയാണ്, കാരണം കുമാരി എന്റെ ചേച്ചിയെപ്പോലെയാണ്. എന്നിട്ട് കാല് തൊട്ട് വന്നിക്കുന്നു. നന്നായി വരും മോളെ. ആ, നിങ്ങളുടെ ആശീർവാദം കൊണ്ട് സന്തോഷമായി ജീവിക്കും. കുറേ സമയം കഴിഞ്ഞ് ലീല അവിടെ നിന്ന് പോകുമ്പോൾ ശങ്കറിനോട് ഇങ്ങനെ പറയുന്നു. വരട്ടെ ശങ്കർ, പിന്നീട് എന്തായാലും വരാം. ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ശങ്കർ ദേഷ്യപ്പെടുന്നു. ഇത് കണ്ട് നിരോഷ, അച്ഛാ, അച്ഛനെന്തു പറ്റി? അച്ഛാ, ഇങ്ങനെ പറഞ്ഞ് അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അച്ഛൻ ദേഷ്യത്തിൽ ദൂരേക്ക് പോകാൻ പറയുന്നു. ശങ്കറിന്റെ ഇത്ര വലിയ ശബ്ദത്തിലുള്ള സംസാരം കേട്ട് കുമാരി ഇങ്ങനെ പറയുന്നു. എന്തുപറ്റി ശങ്കർ? നിരോഷയെ എന്തിനാ വഴക്കു പറഞ്ഞത്? ശങ്കർ ഒന്നും പറയാതെ ദേഷ്യത്തിൽ പോകുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ശങ്കർ എഴുന്നേറ്റ് നിരോഷയുടെ അടുത്തേക്ക് പോയി അവളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറയുന്നു. മോളെ നിരോഷ, എന്നോട് ക്ഷമിക്കൂ. രാവിലെ ലീലയോടുള്ള ദേഷ്യം നിന്റെ ദേഹത്ത് തീർത്തു. ഇങ്ങനെ സങ്കടപ്പെട്ട് അവളുടെ കാലിന്റെ അവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നു. ശങ്കർ അവിടെ ഉറങ്ങുന്നത് കണ്ട അമ്മ ഇങ്ങനെ പറയുന്നു. ശങ്കർ, എന്തുപറ്റി? എന്തിനാ ഇവിടെ ഉറങ്ങുന്നത്? അച്ഛാ, ഇവിടെ എന്തിനാ ഉറങ്ങുന്നത്? എന്തുപറ്റി അച്ഛാ? എന്തുപറ്റി? നിങ്ങളെന്താ ഇവിടെ ഉറങ്ങുന്നത്? അങ്ങനെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ശങ്കർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ശങ്കർ ലീലയെപ്പറ്റി ആലോചിക്കുന്നു. ലീല അവരുടെ മുന്നിലെ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ശങ്കറിന്റെ വീട്ടിലേക്ക് അവൾ വരുന്നു. കുമാരി, കുമാരി! ലീല ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ശങ്കർ അവളെ കാണുന്നു. വീട്ടിലാരുമില്ല, എല്ലാവരും ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. നിനക്ക് പുറത്തു പോവാം. എന്തുപറ്റി ശങ്കർ? എപ്പോഴും എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലി ഉപേക്ഷിച്ചു പോയി. പിന്നീട് കല്യാണത്തെപ്പറ്റി കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. നീ കുമാരിയെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ അതിൽ കൂടുതൽ വിഷമമായി. കല്യാണം കഴിച്ചൊരു സ്ത്രീ, അതും ഒരു കുട്ടിയുള്ള സ്ത്രീ, അതിൽ നിന്നെ അഭിനന്ദിക്കണോ അതോ നിഷ്കളങ്കനെന്ന് കരുതണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇത്ര ദിവസം നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കൊടുങ്കാറ്റ് പോലെ പിന്നെയും എൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാ വരുന്നത്? നിന്നെ മറക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നിന്നെ എന്റെ ആക്കണം. അത്ര മാത്രമേ എനിക്കറിയൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ജോലി ചെയ്യുന്നത്, നിന്റെ ഭാര്യയുമായി അടുക്കാൻ ശ്രമിക്കുന്നത്. ലീല! അങ്ങനെ പറഞ്ഞ് അവളുടെ നേർക്ക് കൈയുയർത്തുന്നു. അടിക്ക് ശങ്കർ, അടിക്ക്. നിന്റെ ദേഷ്യം തീർക്ക്. നിന്റെ കൈകൊണ്ട് എന്നെ അടിച്ചാൽ എനിക്ക് സന്തോഷമാകും. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോവൂ. നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അതിന് ശരി ഉത്തരം തന്നാൽ ഞാൻ ഇവിടുന്ന് പോകാം. എന്താണ്? പറയൂ. ശരി, നിന്റെ ഭാര്യയെ കൊല്ലണോ അതോ നിന്റെ മകളെ കൊല്ലണോ? അതോ നിന്റെ മകനെയും കൂട്ടി 3 പേരെ ഒന്നിച്ചു കൊല്ലണോ? ലീല, നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ദയവ് ചെയ്ത് എന്നോടുള്ള ദേഷ്യം അവരുടെ മേൽ തീർക്കരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. അയ്യോ ശങ്കർ, നിന്നെ കണ്ട് എനിക്ക് ഭയങ്കര വിഷമമാകുന്നു. പക്ഷെ എന്താ ചെയ്യാ? അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ നിന്നെ എനിക്ക് കിട്ടില്ലല്ലോ. അതൊക്കെ നിന്റെ പ്രാന്താണ്. അവരെ നീ കൊന്നാലും ഞാൻ നിന്നെ കെട്ടുമെന്നൊക്കെ നീ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഓഹോ, ശരി. ശങ്കർ എന്നെ കെട്ടിക്കോ. ഞാൻ ആരോടും പറയില്ല. നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. എനിക്കെന്റെ ഭാര്യയെ ചതിക്കാനാവില്ല. ശങ്കർ അങ്ങനെ പറയുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കുമാരിയും അമ്മയും മകളും ആശുപത്രിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ലീല വാതിൽ തുറന്നു കീറിയ വസ്ത്രങ്ങളുമായി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു. കുമാരി, കുമാരി! കുമാരിക്ക് ഒന്നും മനസ്സിലാകാതെ അവിടെ നിൽക്കുന്നു. എന്തുപറ്റി ലീല? എന്തുപറ്റി? ആരുമില്ലാത്ത സമയത്ത് നിന്റെ ഭർത്താവ് എന്നോട് മോശമായി പെരുമാറി.
ശങ്കർ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നിയ പോലെ എന്തൊക്കെയോ ആണ് സംസാരിക്കുന്നത്. കുമാരി വാതിൽ തുറക്കുന്നു. അവൾ ഭയങ്കരമായ ആ കാഴ്ച കാണുന്നു. അവിടുന്ന് മദ്യത്തിന്റെ മണവും വരുന്നു. കുമാരി ഇതൊന്ന് നോക്കൂ എന്ന് ഉറക്കെ പറയുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ കഥകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.